ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അമയ വിലാസാണ്. സ്വാഗതം ചെയ്യാൻ ശ്രീ അമയ വിലാസിനെ നമ്മുടെ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അമയ വിലാസ്. അമയ വിലാസ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അമയ വിലാസിനെ പറ്റി. 1ാം റാങ്കുകാരനാണ്, പേരിങ്ങനെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ ആൾക്കാരിപ്പോ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടായിരിക്കും. അപ്പം അമയ വിലാസിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് അമയ വിലാസിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമയ വിലാസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അതായത് ഞാൻ അഗ്രികൾച്ചർ ഡിഗ്രി പഠിച്ചത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിലെ കോളേജ് പടന്നക്കാട് കാർഷിക കോളേജിലാണ് BSc പഠിച്ചത്. ഞാനിപ്പോൾ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് IIHR ബാംഗ്ലൂർ കോളേജിൽ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വളരെ കൃത്യമായൊരു ഇൻട്രൊഡക്ഷൻ ആണ് താങ്കൾ നൽകിയത്. അതായത് ഇപ്പം MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ജോലി കിട്ടിയത് 1ാം റാങ്കിൽ തന്നെ എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു നേട്ടത്തിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ 1ാം റാങ്ക് നേടിയ നേട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ? അതെ, റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം എനക്കും ഒരു ഭയങ്കര സന്തോഷമായിരുന്നു, അത്ഭുതമായിരുന്നു. അതായത് ഞാൻ മാർക്കൊക്കെ മുന്നേ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചായിരുന്നു, ഏകദേശം മാർക്ക്. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി. ഓക്കെ, വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം ആദ്യം തന്നെ ചോദിച്ചോളട്ടെ, എന്തുകൊണ്ട് സർക്കാർ ജോലി എന്നൊരു ഡിസിഷനിലേക്ക് അമയെത്തി? അഗ്രികൾച്ചർ മെയിൻലി നമ്മൾ അഗ്രികൾച്ചർ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പ്രൈവറ്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവാണ്. പിന്നെ മെയിനായിട്ട് PSc എക്സാംസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ 2019 ബാച്ചായിരുന്നു. ഞാൻ 2023 പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ തന്നെ ഏകദേശം 3 എക്സാംസ് അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, രണ്ടാമത്തേത് ഫാം അസിസ്റ്റന്റ്, പിന്നെ 3ാമത്തെ ജോലിയായിരുന്നു അഗ്രികൾച്ചർ ഓഫീസർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിലേക്ക് എത്തിപ്പെട്ടത്. അതായത് ഒരു എക്സാമിനേഷന് മാത്രമല്ല തയ്യാറെടുപ്പ് തുടങ്ങിയത്, അതായത് 3ഓളം എക്സാമിനേഷന് ചിട്ടയായി തയ്യാറെടുത്തിരുന്നു. എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഈ 3 എക്സാമിനേഷന്റെ തയ്യാറെടുപ്പ്? ആദ്യത്തെ 2 എക്സാമിനേഷന്റെ തയ്യാറെടുപ്പുകളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തന്നെ ആദ്യത്തെ എക്സാമിന് പഠിക്കുന്ന സമയത്ത് PSc ലെവൽ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ പഠിക്കുന്നത് എങ്ങനെയാണോ ഒരു പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സീനിയേഴ്സ് കുറെ പേര് മുന്നേ പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ന്യൂ ബിഗിനേഴ്സ് ആണ്. അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സിലബസ് വാസ്റ്റ് സിലബസ് ആണ്, അതിനൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പതിയെ ഞാൻ അതായത് 2023 ഞാൻ പഠിച്ചിറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ 1 വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തായിരുന്നു MSc ചെയ്തതിന് ഇടയിൽ ജോലിക്ക് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ 1 വർഷം ഞാൻ എൻ്റെ എന്താ പറയുക അഗ്രികൾച്ചർ സിലബസ് നല്ലോണം ഡെവലപ്പ് ചെയ്തു. ഓരോ സബ്ജക്റ്റ് വൈസ് സിലബസ് വൈസ് ടോപ്പിക് പഠിച്ചുകൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു എൻ്റെ എന്താ പറയുക അഗ്രികൾച്ചർ നോളജ്. അപ്പോൾ ഈ 1 വർഷമാണ് എനിക്ക് ക്രൂഷ്യലായി നിന്നത്. അതിനുശേഷമാണ് ഞാൻ MSc ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ 1 വർഷം ഞാൻ ഇരുന്ന് സിലബസ് വൈസ് ഓരോ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നത് ക്രൂഷ്യലായ ഒരു പോയിന്റ്. ഈ 1ാം റാങ്കിലേക്ക് എത്താൻ, അതായത് ആദ്യത്തെ 2 എക്സാം കഴിഞ്ഞ് 3ാമത്തെ എക്സാമിനേഷൻ, അതായത് അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷനിൽ 1ാം റാങ്ക് എത്തി. ഈ 1ാം റാങ്കിലേക്ക് എത്താൻ താങ്കളെ സഹായിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അതെ, ആദ്യമേ തന്നെ പറയാൻ, ഞാൻ BSc കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് MSc എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, ഒരു ജോലി എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മുന്നിൽ ഇങ്ങനെ ഒരു 3 ഓപ്പർച്യൂണിറ്റി വന്നു, അതായത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, ഫാം ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ. ഞാൻ ആദ്യത്തെ 2 എക്സാംസിനും പഠിച്ചപ്പോൾ തന്നെ ഏകദേശം സിലബസ് ഒക്കെ കവർ ചെയ്തായിരുന്നു. നമ്മളെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി POP പഠിച്ചായിരുന്നു. സിലബസ് ഒക്കെ ഏകദേശം കവർ ചെയ്തു. പിന്നീട് അഗ്രികൾച്ചർ ഓഫീസർ എക്സാം കുറച്ച് നേരത്തെ തന്നെ വിളിച്ചു, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ വിളിച്ചു എക്സാം. അപ്പോൾ ഞാൻ MSc ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിലബസും ഏകദേശം സിമിലർ സിലബസ് ആണ് അഗ്രികൾച്ചർ എക്സാംസിന്. ഫാം ഓഫീസർ ആയാലും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയാലും അതിൽ ലെവൽസിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സിലബസ് ഏകദേശം ക്വസ്റ്റ്യൻ ലെവൽസിൽ വ്യത്യാസം ഉണ്ടാവും. സിലബസ് ഏകദേശം സെയിം ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചായിരുന്നു സിലബസ്. പിന്നെ അതിൻ്റെ കൂടെ അഗ്രികൾച്ചർ ഓഫീസർ വന്നപ്പോൾ ഞാൻ സിലബസ് വൈസ് പഠിക്കുകയും അതിനുശേഷം POP പഠിക്കുകയും പിന്നീട് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ വളരെയധികം എനിക്ക് എൻ്റെ പഠനത്തിന്റെ കൂടെ ഉപകാരപ്പെട്ടായിരുന്നു, അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ ഈ പഠനം തുടങ്ങി, അതായത് 3 എക്സാമുകൾ എഴുതി, അതില് ആദ്യത്തെ 2 എക്സാമുകൾ 3ാമത്തേതിൽ 1ാം റാങ്ക് നേടി. അപ്പൊ ഈ തയ്യാറെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയുണ്ട്.
ഏതൊരു ഉം. പ്രിപ്പറേഷനും വെല്ലുവിളികളുണ്ടാവും. അപ്പം അമ്മ എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ നേരിട്ടത്? എന്റെ മുന്നിൽ ഈ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയൊരു വെല്ലുവിളി ഈ എക്സാമിന്റെ സിലബസ് തന്നെയായിരുന്നു. ഒരു വാസ്റ്റായ സിലബസ് ആയിരുന്നു. അത് ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്യുക, ടൈം ബൗണ്ട് ആയിട്ട് കവർ ചെയ്യുക എന്നൊരു ലക്ഷ്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതിനെന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ബിഗ് ലേണിംഗിന്റെ കോച്ചിങ് ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ അത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അവര് നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയി ഓരോ ലൈൻ ബൈ ലൈൻ സിലബസും കവർ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അവരുടെ നോട്ട്സും ക്ലാസ്സും പിന്നെ അവർ ടൈം ബൗണ്ട് ആയിട്ട് നടത്തുന്ന എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും എനിക്ക് വളരെ എന്താ പറയുക എൻ്റെ ഈ ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഈ ഒരു പാറ്റേണിലാണ് വെല്ലുവിളികൾ നേരിട്ടത് അല്ലേ? ഓക്കെ. അതായത് നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഈ 1ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യം. അപ്പൊ ഈ ഒരു നേട്ടമാണ് നേടിയിരിക്കുന്നത്, 1ാം റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിലുപയോഗിച്ച ചില ടിപ്സ്, ചില ട്രിക്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഹാർഡ് വർക്കിന്റെ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വർക്കിന്റെ ആവാം. അങ്ങനെ എന്തെങ്കിലും ട്രിക്സ്, ടിപ്സ് ഉണ്ടോ താങ്കൾക്ക്? ഉണ്ടെങ്കിൽ എന്താണെന്ന് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഓക്കെ, 1ാം റാങ്കിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിച്ചതെന്ന് പറയുന്നത്, അതായത് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ടോപ്പിക്, അതായത് സിലബസ് വൈസ് ആയിരുന്നില്ല പഠിച്ചിരുന്നത്. പിന്നീട് ഞാൻ 1-2 എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഞാൻ സിലബസ് വൈസ് പഠിക്കാൻ തുടങ്ങി. ഓരോ ടോപ്പിക്സിനെയും ഡിവൈഡ് ചെയ്ത് ഓരോ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, അതിലേതൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് പഠിക്കാൻ തുടങ്ങിയാൽ സിലബസ് നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം വീക്ക്ലി റിവൈസ് ചെയ്യുക. വീക്ക്ലി ഒരു ദിവസം റിവൈസ് ചെയ്യുക. ഇപ്പോൾ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ പഠിക്കുകയാണെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം റിവിഷന് മാത്രമായിട്ട് മാറ്റി വെക്കും. ആ ഒരു വർഷം മുഴുവൻ ഞാൻ എൻ്റെ ഈ പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നത് ഒരു വലിയ ഘടകമാണ്. അതായത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ എഴുതി വെക്കുമ്പോൾ അതൊരു വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല എക്സാംസിന് പോകുമ്പോഴും മുന്നോടിയായിട്ട് പെട്ടെന്ന് ടോപ്പിക് റിവൈസ് ചെയ്യാനും ഒക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ മുന്നിലൊരു വെല്ലുവിളി POP ആണ്. POP വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മളെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു എക്സാംസിനെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ജോലിയുടെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോഴും POP എന്ന് പറയുന്ന പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ്. നമ്മളെ പാക്കേജ് ഓഫ് പ്രാക്ടീസ്, അതായത് നമ്മളെ എല്ലാ ക്രോപ്സിൻ്റെയും ഡീറ്റെയിൽസും ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനും സ്പേസിങ്ങും, അതായത് മൊത്തം ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ് അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയാണ്. വലിയൊരു എന്താ പറയുക, അത് പഠിച്ചേ തീരും ഈ എക്സാം നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അപ്പോൾ POP ഞാൻ പഠിച്ചത് ഓരോ ദിവസവും ഓരോ ക്രോപ്പിന്റെ ഓരോ ടോപ്പിക് എടുക്കും. 2 ക്രോപ്പ് 1 ക്രോപ്പ് അങ്ങനെ എടുക്കും. അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത്. അത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആണ് ഞാൻ ചെയ്തു വന്നത്. ഓക്കെ. അത്ര ഹാർഡ് വർക്കും ചെയ്തു, സ്മാർട്ട് വർക്കും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു വലിയ നേട്ടത്തിലെത്തിയത്. അതെ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ നമ്മൾ പഠിക്കുന്നതിലുപരി എക്സാം ഹാളിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി. എങ്ങനെയാണ് ഈ എക്സാം ഹാളിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനുകളൊക്കെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത്, അതായത് നെഗറ്റീവ് മാർക്ക് വരുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ നെഗറ്റീവ് വരാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് അതെ. എക്സാം ഹാളിൽ? അതായത് ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ ഞാൻ അങ്ങനെ ടോപ്പിക്സ് ഒന്നും നോക്കാറില്ല. എക്സാം കൂളായി പോയി അവിടെ ഇരുന്ന് പറ്റുന്ന എഴുതാം. അതായത് ഇത്രയും കാലം നമ്മൾ പഠിച്ചല്ലോ, അത് മതിയല്ലോ. പിന്നെ അതിൽ കൂടുതൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കൂടുതൽ നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ എക്സാം ഹാളിൽ നമ്മൾ പരമാവധി ടെൻഷൻ ആവാണ്ടേ ഇരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് പറ്റില്ല, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം പലതും ആവാലോ. അപ്പോൾ ടെൻഷൻ ആവാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഓരോ ടോപ്പിക് വൈസ് ആണ് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 10 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവുക, ടോപ്പിക് വൈസ് ഉണ്ടാവുക. അപ്പോൾ ടോപ്പിക് വൈസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പ്രകാരം 1 മുതൽ 100 വരെ ഡയറക്റ്റ് അങ്ങനെ ചെയ്യാണ് ചെയ്യുക. ചില ആൾക്കാർ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാം. അത് ഓരോ ആൾക്കാരെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ടോപ്പിക് വൈസ് ആയിട്ട് വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ, ഫസ്റ്റ് മുതൽ തന്നെ അവസാനം വരെ ചെയ്യാം. ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്തോ അതുപോലെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. പരമാവധി നമ്മൾ കൂളായിരിക്കുക. എന്താ പറയാ, അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും എക്സാമിന് മുന്നേ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും സെൽഫ് ഡൗട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും അവിടെ കാണും. പഠിച്ചത് എന്താണോ അതിനുള്ള റിസൾട്ട് നമുക്ക് ആ എക്സാമിന് കാണും, അത് ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ടഫാണെന്ന് വെച്ച് അടുത്തത് അറ്റൻഡ് ചെയ്യുമ്പോൾ ടെൻഷൻ കൂടി പിന്നെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തെന്നാൽ
വീണ്ടും അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി കൂളായിരിക്കുക എക്സാം ഹാളിൽ. നമ്മളെന്താണോ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തത് അതിന്റെ റിസൾട്ട് നമുക്ക് എക്സാം ഹാളിൽ എന്തായാലും ലഭിക്കും. ഞാനത് മാത്രമാണ് വിചാരിക്കുന്നത്. സിമ്പിളാക്കി വെക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറ് പരമാവധി. അത്രേ ഉള്ളൂ. അങ്ങനെ അതുപോലെ അമ്മ ഇപ്പം പഠിച്ചു വന്നതിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പം സെൽഫ് സ്റ്റഡി ഉണ്ടായിരുന്നു പറഞ്ഞു. സെൽഫ് സ്റ്റഡിയിൽ നിന്നൊരു കോച്ചിങ് എടുത്ത് പഠിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്തായിരുന്നു അമ്മയ്ക്ക്? സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതായത് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് അത്ര ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഞാനൊരു ബിഗിനർ, ആ സമയത്ത് ഞാനൊരു ബിഗിനർ ആയിരുന്നു അഗ്രികൾച്ചർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ തീർച്ചയായും ഞാൻ കോച്ചിങ് എടുത്തത് എന്തുകൊണ്ടും എനിക്ക് ബെനിഫിറ്റ് ആയെന്ന് തന്നെ എനിക്ക് പറയാം. ബിഗ് ലേണിംഗിന്റെ കോച്ചിങ് ആയിരുന്നു ഞാൻ എടുത്തത്. അത് വളരെയധികം ബെനിഫിറ്റ് ആയിരുന്നു. അവർ സ്ട്രക്ചർഡായി സിലബസ് വൈസ് ആയിരുന്നു എന്താണ് ക്ലാസ്സുകളും നോട്ടും ഒക്കെ തന്നിരുന്നത്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സ്ട്രക്ചർഡ് ആയിട്ട് ഒരു എക്സാമിനെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ എന്താ പറയാ, വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് പിന്നെ എനിക്ക് പറയാനുള്ളത് ബിഗ് ലേണിംഗിന്റെ ക്ലാസ്സസും കോച്ചിങ് ഒക്കെ എന്നെ എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് എല്ലാവരും, എൻ്റെ ഫാമിലി എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ലേണിംഗിനും എൻ്റെ പേരിൽ ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. അതായത് എൻ്റെ ഈ ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി, വളരെയധികം. ഓക്കെ. അപ്പം ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ അഗ്രികൾച്ചർ റിലേറ്റഡ് എക്സാമിനേഷന് തയ്യാറെടുക്കണം. അപ്പൊ ആ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടായിട്ട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പഠിച്ചിറങ്ങിയവരും ഇനിയിപ്പോൾ പഠിക്കുന്നവരും ഇപ്പോൾ ജോലി, ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവരും ഉണ്ടാവും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അതായത് നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. ഒരു സിലബസ് ബേസ് ആയിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മളെ മെമ്മറി പവറും എന്താ പറയുക, നോളജ് നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇനി വരും കാലങ്ങളിൽ എക്സാംസ് വരാനുണ്ട്. അഗ്രികൾച്ചർ PSC ആണെങ്കിൽ തന്നെ 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ എക്സാംസ് വിളിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടൈം വരുമ്പോഴേക്കും നമുക്ക് അത് എളുപ്പമായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുക. പിന്നെ സിലബസ് വൈസ് ആയിട്ട് പഠിക്കുക, POP ഒക്കെ പഠിക്കുക, നന്നായി ചെയ്യുക. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കൃത്യമായ മാർഗനിർദ്ദേശത്തിലും കൃത്യമായ സ്റ്റഡി പ്ലാന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി തന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷനിൽ 1ാം റാങ്ക് എന്ന വലിയ നേട്ടമാണ് അമയ് വിലാസ് എന്ന ഉദ്യോഗാർത്ഥി നേടിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ അനുഭവങ്ങൾ നേരിട്ട് ഇവിടെ പങ്കുവച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ ഒരു പഠന മാതൃകയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുമാണ് അദ്ദേഹത്തെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റി, അതായത് പഠിക്കുവാനും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുമുള്ള മനസ്സ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ ഒരു പഠനത്തിന്റെ റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങളെ പോലെയുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും വലിയ വലിയ സർക്കാർ നേട്ടങ്ങൾ, വലിയ വലിയ സർക്കാർ ജോലികൾ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ, ഇവ ഓരോന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് ഇനിയും കാണാം. ഗുഡ് ബൈ.